അതെനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് പക്ഷെ മലപ്പുറത്ത് ഞങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയാണ്, ഞങ്ങളെ ഒഴിവാക്കുകയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയല്ലേ? അപ്പോ മലപ്പുറത്ത് ഒരു കോളേജോ മറ്റോ കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നം തീർക്കണ്ടേ? 10 വർഷമായി അദ്ദേഹം പ്രയാസത്തിലാണ്. എന്തിനാണ് ഒഴിവാക്കുന്നത്? ആരെയും ഒഴിവാക്കേണ്ടത്? അല്ല, വെള്ളാപ്പള്ളി പറയുന്നു അദ്ദേഹത്തിന് കിട്ടുന്നില്ല മലപ്പുറത്ത്. ഒഴിവാക്കാനുള്ള ഒരു നിലപാടും CPIM കൈകാര്യം ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടാണ്, നയപരമായ സമീപനമാണ്. എയ്ഡഡ് മേഖലയിൽ സ്കൂളുകളോ കോളേജുകളോ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഈ കഴിഞ്ഞ 10 കൊല്ലവും തുടങ്ങിയിട്ടില്ല. അത്യപൂർവം വരുന്ന ചില വളരെ പിന്നണിയിൽ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ചില കാര്യങ്ങൾ ആലോചിച്ചു. അല്ല, പിന്നണിയിൽ എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈഴവ സമുദായത്തിനും മലപ്പുറത്ത് ഇല്ല എന്ന പ്രശ്നം അദ്ദേഹം നിരന്തരം പറഞ്ഞു നടക്കുകയാണ്. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കണമെന്ന് CPM തോന്നാത്ത എന്താണെന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ, പൊതുവായിട്ട് തീരുമാനിച്ചല്ലോ, ഞങ്ങൾ എയ്ഡഡ് സ്കൂളോ അത് എയ്ഡഡ് കോളേജോ അനുവദിക്കുന്ന പ്രശ്നമില്ലാന്ന്. പിന്നെ ഈ SNDP ജനറൽ സെക്രട്ടറി ഇത് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? പിന്നെ അതെന്നോടാ ചോദിക്കുന്നത്? അല്ല, അദ്ദേഹം പറയാണ് സർക്കാർ തരുന്നില്ല എന്ന്. അത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കണം. എന്താ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിന്റെ അടിസ്ഥാനം? ഇങ്ങനെ പറഞ്ഞോ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞിട്ട് ചോദിച്ചു. ശരി. അപ്പൊ മലപ്പുറത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ കോളേജ് ആർക്കെങ്കിലും, മലപ്പുറത്ത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഇപ്പൊ കോളേജ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഗവൺമെന്റ് കാണുന്നില്ല? ഇല്ല, എയ്ഡഡ് കോളേജ് കൊടുക്കണം ഒരു സാഹചര്യവും ഇല്ല. എയ്ഡഡ് സ്കൂളോ, എയ്ഡഡ് ഹൈസ്കൂളോ, എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളോ, എയ്ഡഡ് ഈ കോളേജോ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം നമ്മുടെ മുമ്പിൽ. ശരി. അല്ല, ഈ മലപ്പുറത്ത് പക്ഷേ ഭൂരിപക്ഷ സമുദായത്തിന് ജീവിക്കാൻ ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സമുദായ നേതാവ് പറഞ്ഞാൽ, അത് ഭരണപരമായ നിങ്ങളുടെ പരാജയമല്ലേ? അവിടുത്തെ ഹാർമണി ഉറപ്പാക്കാൻ എന്താണ് ഗവൺമെന്റ് ഇടപെടാത്തത്? അല്ലേ? അല്ല, അങ്ങനെ ഓരോരാൾക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും. അവിടെ ഭൂരിപക്ഷ സമുദായം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ആരാ ഭൂരിപക്ഷ സമുദായം? അല്ല, പക്ഷേ കേരളത്തിലെ ഒരു ഈഴവ സമുദായത്തിന്റെ പ്രതിനിധി പറയുന്നു അവിടെ പറ്റുന്നില്ല ജീവിക്കാൻ എന്ന് പറയുന്ന പ്രശ്നം ഒരു സർക്കാരിലെ ഉത്തരം പറയേണ്ടത്. അതും കൂടി പറഞ്ഞിട്ട് അപ്പുറം കിടക്കുന്നതായിരുന്നു. അല്ല, ഈഴവ സമുദായത്തിന്റെ നേതാവ് പറയുകയാണ് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭരണപരമായ തോൽവിയല്ലേ അത്? അത് ഞങ്ങൾ പരിശോധിച്ചോളും. അത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോളാം. എന്ന് വെച്ചാൽ മലപ്പുറത്ത് ജീവിക്കാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇടപെട്ടോളാം. അല്ല, മലപ്പുറത്ത് താമസിക്കാൻ പ്രശ്നമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതാണോ മാഷ് പറയുന്നത്? ഒരു ജനവിഭാഗത്തിനും ജീവിക്കാൻ ഒരു പ്രയാസമില്ല. മലപ്പുറത്ത് ഒരു ജനവിഭാഗത്തിനും ജീവിക്കാൻ പ്രത്യേക ഒരു പ്രശ്നമില്ല. അപ്പൊ പിന്നെ വെള്ളാപ്പള്ളി പറയുന്നത് നുണയാണോ? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യം. ശരി. അപ്പൊ മാഷ് ചിലപ്പോൾ അങ്ങനെ പരിധി വിട്ട് അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാഷ്, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. 10 വർഷം മുൻപ് വെള്ളാപ്പള്ളി നടേശനെ കേരള തൊഗാഡിയ എന്ന് വിളിച്ചത് തെറ്റായി പോയി എന്നല്ലേ CPM? അങ്ങനെ CPM മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പോ? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉയർത്തിയ വിമർശനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു പദപ്രയോഗമോ അതെല്ലാ കാലത്തേക്കും ബാധകമായ ഒന്നായിരിക്കും എന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കാതെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രകൃതി നിയമത്തെ ഉൾക്കൊള്ളാതെ പണ്ട് എപ്പോൾ പറഞ്ഞത് അതേപോലെ തന്നെ തുടരുകയാണ് എന്ന് പറയുന്നത് ധാരണ തന്നെയാണ് തെറ്റ്. ഓക്കെ. അപ്പൊ അന്ന് തൊഗാഡിയ എന്ന് വിളിക്കാനുള്ള സാഹചര്യം അന്ന് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയുകയാണ് ചെയ്യുക. അത് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമുള്ളത് അല്ല, ഞാൻ പറഞ്ഞ ഞങ്ങൾ ഓരോ സന്ദർഭത്തിലും അന്ന് കേരള തൊഗാഡിയ എന്ന് അദ്ദേഹത്തെ വിളിച്ച സാഹചര്യം, വിളിക്കേണ്ട ഘട്ടം ഇപ്പോ ഇല്ല എന്നാണ്. എങ്ങനെ? അന്ന് കേരള തൊഗാഡിയ എന്ന് വിളിച്ചല്ലോ. നൗഷാദിന് 10 ലക്ഷം രൂപ സർക്കാർ കൊടുത്തപ്പോൾ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തമായി പറയാം. ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തമായി പറയാം. പദപ്രയോഗം ഇപ്പോൾ ഉപയോഗിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ പറയാം. പക്ഷേ ഞാൻ വ്യക്തത വരുത്താം. അന്ന് മാൻഹോളിൽ വീണ് മരിച്ച നൗഷാദിന് 10 ലക്ഷം രൂപ സർക്കാർ സഹായം കൊടുത്തപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വർഗീയ വിദ്വേഷം ചീറ്റി. അത് വർഗീയതയാണ് എന്ന് പറയാൻ അന്ന് CPIM കഴിയുമായിരുന്നു. കേരള തൊഗാഡിയ എന്നുള്ള വാക്ക് വിടാം. പക്ഷെ ഇന്ന് അദ്ദേഹം അതിനേക്കാൾ വലിയ വർഗീയത വിഷം ചീറ്റുമ്പോൾ ആ പറയുന്നത് വർഗീയതയാണ് എന്ന് പറയാൻ CPIM കഴിയുന്നില്ല. മറിച്ച് ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ എല്ലാ അഭിപ്രായത്തോടും യോജിപ്പില്ല എന്നൊക്കെയുള്ള വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നു. അന്നത്തെ ഒരു വീര്യം നിങ്ങളുടെ വാക്കുകളിൽ ഈ വർഗീയ സംഗതികളെ ചെറുക്കാനില്ല. ഞങ്ങൾ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. നിർബന്ധിച്ചാൽ പിടിച്ചാലും പറയില്ല. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി ആ രീതിയിൽ നടക്കും.